ഇന്ത്യ രംഗത്തിറങ്ങുമോ? നിർണായക പ്രസ്താവനയുമായി ഇറാൻ. പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനും മേഖലയിൽ സമാധാനം, സ്ഥിരത, ഐക്യം എന്നിവ കൊണ്ടുവരുന്നതിനും ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു കരാറിലെത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇന്ത്യക്ക് ഒരു പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് മുംബൈയിലെ ഇറാൻ കോൺസൽ ജനറൽ സയ്യിദ് റസ മൊസായെബ് മോഡ്ലാഗ് വ്യാഴാഴ്ച പറഞ്ഞു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച സംഘർഷത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിലും ടെഹ്റാനും വാഷിംഗ്ടണും ചർച്ചാമേശയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിലും ഇന്ത്യയുടെ സാധ്യതയുള്ള പങ്കിനെ കുറിച്ച് ANIയോട് സംസാരിച്ച മോഡ്ലാഗ് ഇന്ത്യയെ സമാധാനപ്രിയരായ രാജ്യമെന്ന് വിശേഷിപ്പിക്കുകയും ഇരുപക്ഷവും തമ്മിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ന്യൂഡൽഹിക്ക് സംഭാവന നൽകാൻ കഴിയുമെന്ന് പറയുകയും ചെയ്തു. ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ മഹത്തായ ഒരു ജനതയാണ്. ഇന്ത്യ സമാധാനം ഇഷ്ടപ്പെടുന്ന രാജ്യമാണെന്ന് ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിൽ നിരവധി രാജ്യങ്ങൾ ഇതിനകം തന്നെ മധ്യസ്ഥരായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ഇറാൻ നയതന്ത്രജ്ഞർ സംഭാഷണം സുഗമമാക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ ഇന്ത്യക്കും സംഭാവന നൽകാമെന്ന് പറഞ്ഞു. സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധമായ ഒരു പ്രധാന രാജ്യമെന്ന നിലയിൽ ന്യൂഡൽഹിയുടെ നിലപാട് ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള ഒരു കരാറിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കുമെന്ന് കൂട്ടിച്ചേർത്തു. നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിൽ ഇതിനകം തന്നെ നിരവധി ഇടനിലക്കാരുണ്ട്. നിരവധി രാജ്യങ്ങൾ മധ്യസ്ഥരായി പ്രവർത്തിക്കുന്നു. ഇക്കാര്യത്തിൽ ഇന്ത്യക്കും ഒരു പങ്ക് വഹിക്കാൻ കഴിയും. സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധമായ ഒരു മുൻനിര രാജ്യമെന്ന നിലയിൽ ഈ രണ്ട് രാജ്യങ്ങളും ഒരു കരാറിലെത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് സഹായിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനും US തമ്മിലുള്ള ഒരു കരാറിന് മേഖലയ്ക്ക് കൂടുതൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരമൊരു കരാറിന്റെ ഫലം മുഴുവൻ മേഖലയിലും സമാധാനം, സ്ഥിരത, ഐക്യം എന്നിവ കൊണ്ടുവരുമെന്നും ഇറാൻ കോൺസൽ ജനറൽ കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് സംഭാഷണത്തിനും നയതന്ത്രത്തിനും വേണ്ടി ഇന്ത്യ നിരന്തരം വാദിച്ചിട്ടുണ്ട്. ലോകമെമ്പാടും നിലനിൽക്കുന്ന സംഘർഷങ്ങൾ നയതന്ത്ര ഇടപെടലിലൂടെയും ക്രിയാത്മകമായ ചർച്ചകളിലൂടെയും മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നിലപാട് പലതവണ ആവർത്തിച്ചു. വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത പ്രധാനമന്ത്രി മോദി തന്റെ സമീപകാല ഓസ്ട്രേലിയൻ സന്ദർശന വേളയിൽ അടിവരയിട്ടു. ലോകമെമ്പാടും നിലവിലുള്ള എല്ലാ സംഘർഷങ്ങളുടെയും പരിഹാരം സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ സാധ്യമാകൂ. ടെഹ്റാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കരുതെന്ന് അമേരിക്ക നിർബന്ധം പിടിക്കുമ്പോൾ ആവശ്യമെന്ന് കരുതുന്ന സാഹചര്യങ്ങളിൽ ചർച്ചകൾക്ക് തുറന്നിരിക്കുമെന്ന് ഇറാൻ നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിലാണ് മോഡ്ലാഗിന്റെ പരാമർശം. സംഘർഷങ്ങൾക്കിടയിൽ ഹോർമുസ് കടലിടുക്ക് ഒരു പ്രധാന തർക്ക വിഷയമായി തുടരുന്നു. ആഗോള ഊർജ്ജ കയറ്റുമതിക്കുള്ള ഒരു പ്രധാന മാർഗമായി തന്ത്രപ്രധാനമായ ജലപാത പ്രവർത്തിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രാദേശിക അന്താരാഷ്ട്ര പങ്കാളികൾക്ക് പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിനും സാധ്യമായ ഇറാൻ US കരാർ സാധ്യമാകുന്നതിനും ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് സംഭാവന നൽകാൻ കഴിയുമെന്ന ടെഹ്റാന്റെ വീക്ഷണത്തെ മോഡ്ലാഗിന്റെ അഭിപ്രായങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.